വേണ്ടി കൊണ്ടുവന്നതാ കൂട്ടാ. വേണ്ട, ഞാൻ ആരെയൊന്നും മേടിച്ചിടാറില്ല. അല്ല സാറേ, ഞാനെങ്ങനെ മരിച്ചേ? അത് പറഞ്ഞു തരുന്നൊന്നും എന്റെ പണിയല്ല. എന്താ മരിച്ചാൾക്ക് അവകാശമില്ല, അതറിയാം. അറിഞ്ഞിട്ടിപ്പോ എന്തിനാ? ശാരീരികമായിട്ട് ഒരു അസുഖം എനിക്കില്ല. നന്നായിട്ട് അധ്വാനിച്ച് തന്നെ ജീവിക്കുന്നത്, അറിയോ? 2 അടിക്കും, 1 മിനിങ്ങും, അത്രേ ഉള്ളൂ. ഞാൻ മാത്രമുള്ള കാരണമില്ല എനിക്ക്. സാറേ പറഞ്ഞു സാറേ, ഞാൻ എങ്ങനെയാ സാറേ മരിച്ചേ? ഞാൻ പറഞ്ഞില്ലേ, അതൊന്നും എനിക്കറിയില്ല. എനിക്ക് മെസ്സേജ് വരും, ചെന്നെത്തേണ്ട സ്ഥലത്തുള്ള റൂട്ട് മാപ്പും തരും. നിങ്ങളുടെ ആധാർ ID പോലെ നമ്മുടെ കയ്യിൽ ഒരു ID ഉണ്ട്. അത് വെച്ച് ഒത്തു നോക്കും. ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇങ്ങ് വരും. ദേ, ഈ ചെരുപ്പിൽ കയറുന്നതോടെ ആത്മാവ് എന്റെ കൂടെ വരും. അത്രേ ഉള്ളൂ, സിമ്പിൾ. ഇട്ടോ എന്നാ, ഇട്ടോ മോനെ, ഇട്ടോടാ. കേറ് കൂട്ടാ. എടാ കിട്ടിയതല്ലേ? കിട്ടിയതാ. എന്നെ കൊണ്ടാൻ പറ്റുമോ? പോണു. എന്തോ പാടോ ഇത്? ഞാൻ എന്ത് ചെയ്യാനാ? തിരഞ്ഞു തിരഞ്ഞു വരും, എവിടെ പോയി ഒളിച്ചാലും തിരഞ്ഞു തിരഞ്ഞു വരും ശനികാമേ. തിരഞ്ഞു തിരഞ്ഞു വരും, എവിടെ പോയി ഒളിച്ചാലും തിരഞ്ഞു തിരഞ്ഞു വരും ശനികാമേ. ഒരു പണി ചെയ്യും കുട്ടൻ പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോയി. വെട്ടപ്പോക പെട്ടുപോയി കാര്യമൊക്കെ. അവന്റെ കൂട്ടുകെട്ട കത്തരത്തിലുള്ളതായിരുന്നല്ലോ. അപ്പൊ ആ ഒരു കൾച്ചർ കാണാതിരിക്കോ? എന്നാലും എന്നെ കണ്ട ഓവിമാഷ എന്ന് പറഞ്ഞ് ഓടി വന്ന് മുണ്ടിന്റെ മടുക്കുത്ത കഴിച്ചിട്ട് നിൽക്കും. എന്നെ കണ്ടാലും അങ്ങനെയൊക്കെ തന്നെയാ. ആളൊരു തല്ലിപ്പുള്ളിയാണെങ്കിലും പാവാ. സിന്ധുവിന്റെ കരച്ചിലിന് നല്ല ആഴവും പരപ്പൊക്കെ ഉണ്ട്. എന്നാ മകൾ അത്ര ആത്മാർത്ഥത കാണിക്കുന്നില്ല. പുതിയ തലമുറയല്ലേ, അതിന്റെ പ്രശ്നമൊക്കെ കാണും. അച്ഛൻ്റെ അളവെടുക്കാൻ വന്നേക്കാം. പേര് സാറന്മാരുന്ന്. അച്ഛനെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എനിക്കൊക്കെ പോകാൻ ഉടനെ തന്നെ.